Hello friends, welcome back to with me Adi. In the useful video പലരും വീട്ടിൽ ഗുലാബ് ജാമുൻ അതുപോലെ രസഗുല്ല ഇതെല്ലാം ചെയ്യും. പക്ഷേ ആ ഗുലാബ് ജാമുൻ രസഗുല്ലയൊക്കെ കഴിച്ചു തീർന്നതിന് ശേഷം അതിനകത്ത് വരുന്ന ഈ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ജീര വാട്ടർ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഒത്തിരി പഞ്ചസാരയും ഒത്തിരി ഏലക്കയും ഇതെല്ലാം ഇട്ടായിരിക്കും ഈ ജീര വാട്ടർ യൂസ് ചെയ്യുന്നത്. പലർക്കും ഇത് കളയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. പക്ഷേ വേറെ നിവർത്തിയില്ലാതെ കളയും. ഇനി നിങ്ങളിത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് വെച്ചിട്ടൊരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളിതിൽ ഈ ജീര വാട്ടർ വെച്ച് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് pancakes ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ പാൻകേക്സ്. ഹെൽത്തിയും കൂടെയാണ്. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. രാഗി പാൻകേക്സ് ആണ് ചെയ്യുന്നത്. നമ്മുടെ കൂവരക് പൊടിച്ച ആ പൊടി വെച്ചിട്ടുള്ള പാൻകേക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളമുള്ള രാഗി മാവ് ചേർക്കുകയാണ്. നാല് ടേബിൾ സ്പൂണുള്ള രാഗി മാവ് ചേർത്തു. അതേപോലെ 2 ടേബിൾ സ്പൂണോളമുള്ള ഗോതമ്പ് പൊടിയും ചേർത്തു. 4 ടേബിൾ സ്പൂൺ രാഗി മാവും 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ട്. ഒന്ന് ജെന്റിലായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഷുഗർ സിറപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ദോശ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മാവ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബാറ്റർ റെഡിയാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ദോശക്കല്ല റെഡിയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുഞ്ഞു കുഞ്ഞു പാൻകേക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒത്തിരി വലുതായിട്ട് ചെയ്യുന്നില്ല. മിനി പാൻകേക്സ് പോലെയാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ അത് കുക്ക് ചെയ്യുക. ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ്. വെറുതെ നമ്മൾ ആ ജീര വാട്ടർ കളയുന്നതിനെക്കാട്ടിലും ഇതുപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് നമുക്കത് വെച്ച് ചെയ്യാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇത്. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഷുഗർ സിറപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇത് നല്ല ഫ്ലേവറായിരിക്കും. ഏലക്കയുടെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫ്ലേവറുമായിരിക്കും ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. 4 മണി പലഹാരമായിട്ട് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റെഡിയാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ നല്ല ഈസിയുമാണ്, ഹെൽത്തിയുമാണ്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വയ്ക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഒഴിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഒഴിക്കുക. പാൻകേക്സ് എല്ലാം റെഡിയാണ്. അതിൻ്റെ പുറത്ത് കുറച്ച് ഹണി ഒഴിച്ചിട്ടുണ്ട്, തേൻ ഒഴിച്ചിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഷുഗർ സിറപ്പ്, ലെഫ്റ്റ് ഓവർ ഷുഗർ സിറപ്പ് ഇനി കളയേണ്ട ആവശ്യമേ ഇല്ല. നമുക്കിതുപോലത്തെ ഒരു ഈസി ആയിട്ടൊരു റെസിപ്പി ചെയ്യാം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ളതൊന്നും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ഹെൽത്തിയും കൂടെയാണ്. രാഗിയും ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കുന്നത് തൊട്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പാൻകേക്സ് എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ല, എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലൊരു വീഡിയോ കാണാനായി വിത്ത് മീ ആദി എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്